വർഷത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് അവതരിപ്പിക്കുന്ന ഒരു ചെറിയ കലോപഹാരം ക്രിസ്മസ് നക്ഷത്രങ്ങൾ. ഇതിലെ കഥാപാത്രങ്ങൾക്ക് സെന്റ് സ്റ്റീഫൻ ഇടവകയുമായോ സെന്റ് മേരീസ് ഗ്രൂപ്പ് അംഗങ്ങളുമായോ യാതൊരു ബന്ധവും ഇല്ല. അഥവാ അങ്ങനെ തോന്നിയാൽ അത് തീർത്തും യാദൃച്ഛികം മാത്രം. ഡിസംബർ 24, സമയം വൈകുന്നേരം 5 മണി. 2 കുടുംബങ്ങൾ ക്രിസ്മസ് കുർബാനയ്ക്കായി പള്ളിയിലേക്ക് പോകുവാൻ തയ്യാറെടുക്കുന്നു. രംഗം 1. സെബാസ്റ്റ്യൻ ലിസ ദമ്പതികളുടെ ഭവനം. എന്തെടുത്തോണ്ടിരിക്കുകയാണ്? ഇതുവരെ ആരും ഒരുങ്ങിയില്ലേ? പള്ളി പോകാൻ സമയമായി. അപ്പ ഇന്ന് റിഗിയ പള്ളിയാണോ അതോ അബ്ബാസിയ പള്ളിയാണോ? ഇല്ലടേ, ഇന്ന് ഇവിടെ. ഇന്ന് സൺഡേ സ്കൂൾ ഉണ്ടോ? അതറിഞ്ഞാലേ ഇപ്പൊ ഇറങ്ങുള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി പിള്ളേരെ. രംഗം 2. നീതുവിന്റെയും നിവിന്റെയും കുടുംബം. നമസ്കാരം. ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. IPL താരനീളത്തിലെ ഏറ്റവും വില കൂടിയ വിദേശ താരമായി നിങ്ങൾ ഇന്നും പള്ളി വരാതിരിക്കാനാണോ പ്ലാൻ? അമ്മേ, ഈ പപ്പയ്ക്ക് പാർട്ടിക്ക് പോകാൻ അറിയാമല്ലോ, പിന്നെ എന്താ പള്ളി വന്നാൽ? എന്റെ പൊന്നു പോളി, നിനക്ക് അങ്ങോട്ട് ചോദിച്ചൂടെ? ഇടേ, പള്ളി പോകുന്നൊരു പള്ളിയിൽ പോയാൽ പോലെ വെറുതെ എന്താ എന്നെ ചൊറിയാൻ നിൽക്കുന്നത്? തുകതേനാകുമ്പോഴെങ്കിലും അങ്ങ് എത്തിയേക്കണേ. ആ, നീ പോ, ഞാനങ്ങ് എത്തിയേക്കാം. ക്രിസ്മസ് കുർബാന കഴിഞ്ഞ് പള്ളി വിട്ടു. ഓ, ഇന്ന് എന്തായാലും അച്ഛൻ കുർബാന നേരത്തെ അങ്ങ് തീർത്തു. അതെന്തായാലും നന്നായി. താങ്ക് ഗോഡ്, ഇപ്പൊ ഒന്ന് ഫ്രീ ആയത്. എന്താ പാടേ, ഈ തവണത്തെ കേക്കിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലല്ലോ. എടാ തീവണ്ടി ഫുൾ ടൈം പുകയല്ലേടേ. നിന്റെ നാക്കിന്റെ ഫിലോലൊക്കെ അടിച്ചു പോയതാവും. എനിക്കൊരു കുഴപ്പം തോന്നിയില്ല. എടേ, നീയൊക്കെ പള്ളിയുടെ വലിയ കൊണാണ്ടന്മാരല്ലേ. പാവയ്ക്ക ജ്യൂസ് തന്നാലും നല്ല മധുരം എന്ന് പറയും. നീയൊക്കെ അല്ലേലും അമ്മമാരുടെ സൈഡ്. എടേ, 24 ദിവസവും കഷ്ണം മാറ്റി വെച്ചിട്ട് ഇറച്ചിയുടെ ചാറ് മാത്രം കൂട്ടി എന്നോടാണോ? അടങ്ങടേ അടങ്ങടേ. എടാ, അത് നമ്മുടെ ഫിറോസ് അല്ലേ? എടാ ഫിറോസ്, എങ്ങോട്ടാ? എന്റെ ബദ്രീങ്ങളെ നമ്മൾ ആരൊക്കെയാ കാണുന്നത്? എന്താ അച്ചായന്മാരെല്ലാം ഒരുമിച്ച്? ഓ, നാളെ ക്രിസ്മസ് അല്ലേടേ, കുർബാന എന്ന് കൂടാൻ വന്നത്. അയ്യോ, നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് പോന്നാ? ആ, ഒന്നും പറയണ്ട, അതൊക്കെ വിടടേ. ഐ അല്ലേ, ക്രിസ്മസ് ഒക്കെ ആയിട്ട് വൈകിട്ട് പരിപാടിയൊന്നുമില്ലേ? ഇന്നൊന്നും ഇല്ല. നാളെ വൈകിട്ട് സാറിന്റെ വീട്ടിലല്ലേ പരിപാടി. ഡിസംബർ 25-ാം തീയതി, സമയം വൈകുന്നേരം. ഡിസംബർ 25-ാം തീയതി, സമയം വൈകുന്നേരം 7 മണി. സ്ഥലം സാമിന്റെ ഫ്ലാറ്റ്. എല്ലാം റെഡിയാണോ? ഞാൻ അവർക്ക് എത്താനായി. എടി, നിന്റെ സ്ഥിരം ഡാൻസും പാട്ടല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോടി? അല്ലടാ, വെയിറ്റ്. മെസ്സി പോകുന്നു ഫുട്ബോൾ കളിക്കും. ഓ, ഐ ആം വെയിറ്റിംഗ്. ഇനിയെങ്കിലും ആ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെക്കേ, മുടിയൊക്കെ ഒന്ന് പോയി ചീവണം. ഡിമോള റിൻസി, ഇത് ഫ്രീക്കാണ്, ഫ്രീക്ക് ജെൻസി സ്റ്റൈൽ. അപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എടാ, ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. നീ ഇത് കാണുന്നില്ലേ? ആ പിന്നോട്ട് പോ.
അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കാൻ പാപ്പയ്ക്ക് സമയമില്ല. ഈ മൊബൈല് ടാബ് എന്നൊക്കെ പറഞ്ഞിരുന്നാൽ ഈ പിള്ളേരുടെയൊക്കെ ഭാവി എന്താകുമോ എന്തോ. അതെങ്ങനെയാ? അപ്പനെ അമ്മയും കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കുമോ? ആ ഇനി എല്ലാരും എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. മിണ്ടാതിരിക്കും, അവരെല്ലാം ഇങ്ങ് എത്തി. എടേ സാധനം വല്ലതും ഉണ്ടോ? ആ കയറുമ്പോൾ തന്നെ ഇതാണോ ചോദിക്കുന്നത്? ഒന്ന് അടങ്ങ്, നമുക്ക് ശരിയാക്കാം. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ. അമ്മച്ചി മനസ്സിലായോ? ലിസ യാത്രയൊക്കെ സുഖമായിരുന്നോ? പള്ളി കണ്ടപ്പോൾ ചോദിക്കാൻ പറ്റിയില്ല. യാത്ര കുഴപ്പമില്ലായിരുന്നു. ബാഗേജ് വരാൻ കുറച്ച് താമസിച്ചു, അതുകൊണ്ട് കുറച്ച് താമസം വന്നു. അതെന്താ ഇത്ര താമസം വന്നേ? ആ കറങ്ങുന്ന ബെൽറ്റിൽ നിന്ന് ലഗേജ് കിട്ടാൻ താമസിച്ചു. പിന്നെ അവരുടെ തപ്പലൊക്കെ കഴിഞ്ഞ് എൻ്റെ എല്ലാ പെട്ടിയും ഞാൻ പൊട്ടിച്ച് കാണിക്കേണ്ടി വന്നു. അങ്ങനെ പിന്നെയും പോയി 10-20 മിനിറ്റ്. ഇപ്പോൾ ഇവിടെ ചെക്കിങ് മാത്രമേ ഉള്ളൂ. എയർപോർട്ടാണേലും ഓഫീസാണേലും ഫ്ലാറ്റ് ആണേലും ചെക്കിങ്ങോട് ചെക്കിങ്. നിങ്ങളുടെ അച്ഛൻ ഒരു ആത്മീയ നിറകുടമാണ്. കുർബാനയ്ക്ക് നാട്ടിലെ അതേ ഫീലായിരുന്നു. അച്ഛൻ ഇനി എത്ര വർഷം കൂടി ഇവിടെ ഉണ്ട്? പുള്ളി ഉമ്മാരെ കൊണ്ട് മടുത്ത് കാണും. മിക്കവാറും ഉടനെ പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ താൻ എന്തായി പറയുന്നത്? അച്ഛൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു ഇടവക ജനങ്ങളുമല്ലേ. അച്ഛൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വരും പ്ലാനൊന്നും കേൾക്കുന്നത്. ഈ അച്ഛൻ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതിയായിരുന്നു. അത് പുള്ളി നിന്റെ നാട്ടുകാരനായതുകൊണ്ട് നീ പറയുന്നതാ. അല്ലെങ്കിൽ പള്ളി കയറുന്നത് നിനക്കൊക്കെ ഇതൊക്കെ ഒരു വിഷയമാണോ? അതൊക്കെ ഇവിടെ വേണ്ട. നാളെ കുർബാന ഉള്ളതാണ്. താമസിച്ച പള്ളിപ്പോക്ക് മുടങ്ങുവേ. പറഞ്ഞില്ലെന്ന് വേണം. ഇന്നലത്തെ പോലെ ലോങ് കുർബാനാണ് ഞാനില്ല. ഞാനും ഇല്ല. പിന്നെ കുർബാനക്കിടയിൽ 10 തവണ വാഷ്റൂമിൽ പോകുന്ന നിനക്ക് പള്ളി എപ്പോ തുടങ്ങിയാലെന്ത് എപ്പോ കഴിഞ്ഞാലെന്ത്? എടാ കുർബാന കഴിഞ്ഞിട്ട് സാൻഡ്വിച്ച് ഉണ്ട്. അയ്യോ, അപ്പോൾ നാളെ സൺഡേ സ്കൂൾ ഉണ്ടോ? അപ്പോൾ എല്ലാ വീട്ടിലെയും പ്രശ്നം ഇത് തന്നെയാണോ? നാളത്തെ കാര്യം നാളെ. നമുക്കിപ്പോൾ പരിപാടി തുടങ്ങാം. ആദ്യം നമ്മുടെ പെൺപിള്ളേരെല്ലാം കൂടി ഒരു കരോൾ പാട്ട് പാടട്ടെ. മുഴുവൻ സമയം മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന നീ ഇതേ പറയുകയുള്ളൂ. അവരെടുക്കുന്ന എഫേർട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പാട്ടിന് എന്തായിരുന്നു കുഴപ്പം? ഇവൻ ഇത്രയും പറഞ്ഞത് കൊണ്ട് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ക്രിസ്മസിനെ പറ്റി ന്യൂ ജനറേഷനോട് 2 വാക്ക് പറഞ്ഞാലോ? അയ്യോ, ഞാൻ അതും കൂടെ എന്നോട് താങ്ങാൻ വയ്യേ. മോനെ, ഞാനിപ്പോൾ നിങ്ങളോട് എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കും. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? നിങ്ങൾക്കാർക്കും വിശപ്പില്ലേ? വാ കഴിക്കാം. അമ്മേ, ഫ്രഞ്ച് ഫ്രൈസും നഗറ്റ്സും വല്ലതും ഉണ്ടോ? KFC ആയാലും മതി. ആര് കേൾക്കാനാ? ഞാനിപ്പോൾ ചിന്തിക്കുകയായിരുന്നു, എനിക്ക് എവിടെയാ തെറ്റുപറ്റിയത്. എടാ സാമി, നീ എന്നെ അപ്പൻ എന്ന നിലയിൽ എങ്ങനെയാടാ നീ വിലയിരുത്തുന്നത്? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കുന്നത്? എടാ സാമേ, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഞാൻ നിന്നെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നീ നാട്ടിൽ വന്നപ്പോൾ ഞാനിത് പറയണമെന്ന് കരുതിയതാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇപ്പോഴെങ്കിലും ഞാനിത് പറഞ്ഞേ പറ്റുള്ളൂ. നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ജോലി കഴിഞ്ഞ് എത്ര ക്ഷീണിച്ച് വന്നാലും നിന്റെ കഥകൾ കേൾക്കാൻ
ഞാൻ സമയം കണ്ടെത്തുക. അപ്പന് വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? ഇപ്പൊ തന്നെ ഞാനൊരു കാര്യം ചിന്തിക്കുകയായിരുന്നു. നിന്റെ മകൻ നിന്നോട് എത്ര കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചു. നീ ഒരു നിമിഷമെങ്കിലും അവന്റെ കാര്യം കേൾക്കാൻ വേണ്ടി ശ്രമിച്ചോ? സാമേ, ഞാൻ നിന്നോടാ ചോദിക്കുന്നത്, നീ ശ്രമിച്ചോ? അപ്പ ഇതിന്റെ സ്ഥിരം പരിപാടിയാണ്. ഇവരിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവരെയൊക്കെ ആര് മൈൻഡ് ചെയ്യും? അങ്ങനെ നീ പറയരുത്. നിന്റെ ചെറുപ്പകാലത്ത് ഈ രീതിയിൽ ഞാൻ നിന്നോട് പെരുമാറിയിരുന്നെങ്കിൽ നീ ഇപ്പോ ഇവിടെ പോലും എത്തിപ്പെടുവായിരുന്നില്ല. നിങ്ങളുടെയൊക്കെ ഈ ശ്രദ്ധയില്ലായ്മയാണ് കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാനുള്ള മൂല കാരണം. ആദ്യം നീ അത് മനസ്സിലാക്കണം. കുഞ്ഞുങ്ങൾ മൊബൈലിന് അഡിക്റ്റ് ആവുന്നതും പല തെറ്റായ കൂട്ടുകെട്ടിലും പോകാനായിട്ടുള്ള മെയിൻ കാരണം നിന്റെയൊക്കെ ഈ ശ്രദ്ധയില്ലായ്മ തന്നെയാണ്. ഇപ്പോഴും സമയം വൈകിയിട്ടില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ തിരുത്താൻ തയ്യാറാവുകയാണെങ്കിൽ അതിൽ കൂടി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയാണ് നേടിയെടുക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവർക്കൊപ്പം ചിലവഴിച്ചാൽ മതി. ഒന്ന് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് പറയാനുള്ളത് കേൾക്കുകയും ചെയ്താൽ മാത്രം മതി. അമ്മച്ചി, പണ്ടത്തെ കാലമല്ല. ജോലിയിലുള്ള സ്ട്രെസ്സും വീട്ടുപണിയും കഴിഞ്ഞിട്ട് ഇതിനൊക്കെ എവിടെയാ സമയം? മോളെ, കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ആഹാരം കഴിക്കാനും വിശേഷങ്ങൾ പറയാനും നമ്മൾ സമയം കണ്ടെത്തിയിരുന്നു. ഇതിൽ പഴയതും പുതിയതും എന്നൊന്നും പറയുന്നത് യാതൊരുവിധ പ്രസക്തിയില്ല. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും കൂടെ വളർത്തുക എന്നത് നിങ്ങളുടെ മാത്രം കടമയാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ, ഇതൊരു സൈക്കിളാണ്. നിങ്ങൾ ചെറുപ്പമായതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ കുട്ടികളോട് കരുതുന്നത്, അങ്ങനെ തന്നെ നിങ്ങൾ പ്രായമാകുമ്പോൾ അവർ നിങ്ങളെ തിരിച്ചു കരുതുന്നത്. അപ്പച്ചൻ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ അപ്പൻ എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു. എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. കുടുംബകാര്യങ്ങളും ദൈവീക കാര്യങ്ങളും ഞാൻ ഇനി മുതൽ ശ്രദ്ധിക്കും. എടാ സാമേ, മോനെ, നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞു. നിനക്കൊരു വിഷമം ഉണ്ടായാലും അതെന്നെയും പറഞ്ഞു. അതിനേക്കാൾ വിഷമമാണ് നിന്റെ കൊച്ചിന് വിഷമമുണ്ടായി. അവനിരുന്ന് വിഷമിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത്രയും നിന്നോട് പറഞ്ഞു. അപ്പം